സഹൃദയരെ, മെഴുകുതിരി പോലെയാണ് എല്ലാവരുടെയും ജീവിതം. ദൂരത്ത് നോക്കിയാൽ പ്രകാശം മാത്രമേ കാണൂ. അടുത്തിയെന്ന് നോക്കിയാൽ കണ്ണീർ ചിന്തുന്നത് കാണാം. 17ാമത് UKKCA കൺവെൻഷൻ ഒരാഘോഷവും അഭിമാനവുമാക്കി മാറ്റിയ എല്ലാ ജ്ഞാനായ മക്കൾക്ക് വേണ്ടി BKCA സവിനയം സമർപ്പിക്കുന്നു ഈ സ്നേഹോപഹാരം. അമ്മ മനസ്സ്. പിടിക്കവനെ. നിക്കടാ അവിടെ. നിക്കാനാ പറഞ്ഞത്. നിക്കടാ അവിടെ. അയ്യോ, എന്താ? എവിടെയാടാ എന്റെ കടയിൽ നിന്നെടുത്ത പലഹാരം? അയ്യോ, ഞാനൊന്നും എടുത്തിട്ടില്ല ചേട്ടാ. ഒന്നും എടുത്തില്ലെന്നോ? എന്നെ തല്ലല്ലേ. അയ്യോ, എന്നെ തല്ലല്ലേ ചേട്ടാ. എവിടെയാടാ എന്റെ കടയിൽ നിന്നെടുത്ത പലഹാരം? പറയടാ. അത് പറയാനാ പറഞ്ഞത്. ഓ അതോ, അത് ഞാൻ കഴിച്ചു ചേട്ടാ. കഴിച്ചെന്നോ? കഴിച്ചെങ്കി കാശിങ് എടുക്കടാ. കാശ് എന്റെ കയ്യിലില്ല. ഇല്ലാഞ്ഞിട്ടാ ചേട്ടാ. കാശില്ലെന്നോ? എന്നാ നീ ഇവിടുന്ന് പോകണ്ടാ. അമ്മ ഇവിടെ നിന്നേ. എന്താ ചേട്ടാ ഇവിടെ പ്രശ്നം? ഇവനെ എന്റെ ചായക്കടയിൽ നിന്ന് പലഹാരം മോഷ്ടിച്ചു. ഇവൻ പെരും കള്ളനാ. ഓ, ഇതിപ്പോ ഈ കള്ളന്മാരുടെ ശല്യം കാരണം ജീവിക്കാൻ പറ്റാണ്ടായല്ലോ. ഇവനെയൊക്കെ വെറുതെ വിട്ടാലേ ഇതിലും വലിയ കള്ളത്തരം കാണിക്കും. ഇങ്ങോട്ട് മാറി നിൽക്കടാ. അമ്മേ, അയ്യോ ഇടിക്കലേ. അയ്യോ സാറേ, ഇടിക്കല്ലേ സാറേ. സാറേ, അയ്യോ അയ്യോ ഇടിക്കല്ലേ സാറേ. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ സാറന്മാരെ. എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാനിനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലേ സാറന്മാരെ. എന്നെ തല്ലല്ലേ. കുഞ്ഞേ, നിങ്ങൾ എന്തിനാ ഈ മനുഷ്യനെ ഇങ്ങനെ തല്ലുന്നത്? ഇവനെ എന്റെ ചായക്കടയിൽ നിന്ന് പലഹാരം മോഷ്ടിച്ചു. ഇവൻ പെരും കള്ളനാ. എന്നാലും ഇങ്ങനെ തല്ലുന്നത് കുറെ ക്രൂരതയാണ്. അച്ഛന്റെ പണി നോക്കച്ച. ഇങ്ങനെയുള്ള കള്ളന്മാരെ ഒന്നും വെറുതെ വിട്ടാ ശരിയായില്ല. മോനെ, നീ ഇങ്ങ് പോരടാ. ഇനി ആ പാവത്തിന് ഒന്നും ചെയ്യണ്ട. ദേ തള്ളേ, ഞാനൊന്ന് പറഞ്ഞതാ നിങ്ങളോട് അവിടെ അടങ്ങി നിൽക്കാൻ. ഇനി കൂടുതൽ എങ്ങാനും എന്നോട് പറഞ്ഞാണ്ടല്ലോ, ഞാൻ അവിടെ എങ്ങാനും ഇട്ടിട്ട് പോകും കേട്ടോ. മകനാണല്ലേ? തലതിരിഞ്ഞ തലമുറയാ. കണ്ടില്ലേ ധിക്കാരം. അച്ചോ, ഉപദേശമൊക്കെ അങ്ങ് പള്ളി മതി. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. അച്ഛൻ പതുക്കെ വിട്ടോ. വേണ്ട, ഞാൻ പോയേക്കാം. നിങ്ങൾ ചെയ്യുന്നതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഒരു പള്ളിയിലച്ഛൻ വന്നിരിക്കുന്നു. ഇവൻ കുറെ നേരമായി കടയിൽ വന്ന് പലഹാരം ചോദിക്കുന്നു. ചോദിച്ചപ്പോ കയ്യിലോട്ട് കാശുമില്ല. എനിക്ക് അപ്പോഴേ തോന്നി ഇവനാള് ശരിയല്ലെന്ന്. എവിടെയാടാ മോഷ്ടിച്ച സാധനം? എടുക്കടാ ഇങ്ങോട്ട്. എന്റെ കയ്യിലില്ല ചേട്ടാ. ഞാനത് കഴിച്ചുപോയി. നാണമില്ലടാ നിനക്ക് മോഷ്ടിച്ച് തിന്നാന്. വിശന്നിട്ടാ ചേട്ടാ. ഒരാശയായി വല്ലതും കഴിച്ചിട്ട്. ഇവനോട് ചോദിച്ചിട്ട് കാര്യമില്ല. അവന്റെ സഞ്ചി അങ്ങോട്ട് പരിശോധിക്കേ. ചേട്ടാ, അതിനകത്തൊന്നുമില്ല. ഒന്നുമില്ലെന്നോ? ഞങ്ങളൊന്ന് നോക്കട്ടെടാ. ഞാൻ പറഞ്ഞില്ലേ, അതിനകത്തൊന്നുമില്ല. ഞാനത് കഴിച്ചുപോയി. ഇതെന്തുവാടാ നിന്റെ ഈ സഞ്ചിക്കകത്ത്? മഞ്ഞപ്പൊടിയും മുളക് പൊടിയും. ഇതെന്നതാടാ? മൊബൈലിന്റെ ചാർജറോ? അത് വഴിയിൽ കിടന്ന് കിട്ടിയതാ. ആ, ഇരിക്കട്ടെ. എന്റെ ചാർജറെ കംപ്ലൈന്റ് ആയിട്ടിരിക്കുക. മോനെ, നമുക്ക് പോകാടാ. എനിക്ക് തീർത്തു വയ്യടാ മോനെ. ഒന്ന് അടങ്ങി നിക്ക് തള്ളേ. ഇത്തിരി വൈകി ചെന്നെന്ന് പറഞ്ഞ് ഡോക്ടർ എങ്ങും പോവില്ല. പക്ഷേ ദേ ഇവനെ ഇപ്പം വിട്ടാ പിന്നെ ജീവിതത്തിൽ കിട്ടില്ല. ആ, നീ അറിഞ്ഞോ? ദാ ഇവിടെ ഒരു കള്ളനെ ഞങ്ങൾ പിടിച്ചു. ഫ്രീ ആണ്, നീ ഇങ്ങോട്ട് വാടാ. വന്ന് 2 കൊടുത്തിട്ട് പോടാ. ഒരു രസമല്ലേ? ഞാൻ 2 കൊടുത്തു.
ഓക്കെ ഓക്കെ ശരി. എടാ, ഞങ്ങളെപ്പോലെ ചില മാന്യന്മാര് ഇവിടെ കാവലുള്ളപ്പോ ഒരു കള്ളന്മാരും ഇവിടെ ജീവിച്ചിരിക്കുകയല്ലടാ, അല്ലേടാ? പിന്നെ അല്ലാതെ. മോഹൻ ചേട്ടാ, ഒന്ന് നേരെ പിടിച്ചേ അവനെ. ഞാനൊരു സെൽഫി എടുക്കട്ടെ. മോനെ, അയാളെ വിടടാ. ആ പാവം ഇപ്പൊ ചത്തുപോകും. നമുക്ക് പോകാടാ. ദേ തള്ളേ, ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, അത്രയ്ക്ക് ധൃതിയാണെങ്കിൽ അങ്ങോട്ട് ഒറ്റയ്ക്ക് പൊക്കോ. ഇനി മേലിൽ ഇവൻ ഈ പണി ചെയ്യരുത്. വിളിക്കടാ പോലീസിനെ. വേണ്ട ചേട്ടാ, വിട്ടേക്ക്. ഇതുമാതിരി കേസൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നാ പിന്നെ വല്ലാത്ത പൊല്ലാപ്പാകും. നല്ല അടി കൊടുത്തിട്ട് അവനെ പറഞ്ഞു വിട്ടേക്കാം. ഇനി മേലാൽ നീ ഇത് ആവർത്തിക്കരുത്. ഈ നാട്ടിൽ നിന്നെ ഇനി കണ്ടുപോകരുത്. നീ കട്ടു തിന്നു അല്ലടാ. ഇനിയൊന്നും ചെയ്യല്ലേ സാറുമാരെ, തല്ലല്ലേ. എനിക്ക് വിശന്നിട്ട സാറുമാരെ, ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല. എന്നെ തല്ലല്ലേ, ഇനിയും എന്നെ തല്ലല്ലേ സാറുമാരെ. വിശന്നിട്ട് എന്റെ സാറുമാരെ, എന്നെ തല്ലല്ലേ. മതിയടാ മതി. ചത്തു കഴിഞ്ഞ പിന്നെ ഇവന് വേണ്ടി സംസാരിക്കാനേ ഇവിടെ ആൾക്കാരുണ്ടാവും. വിട്ടേക്ക്. ഓ, ഈ അമ്മയുടെ കാര്യം മറന്നു. ഈ അമ്മ ഇത് എന്ത് നോക്കിയിരിക്കുക? വരുന്നില്ലേ നിങ്ങള്? ഇങ്ങോട്ട് വാ തള്ളേ, വരാനാ പറഞ്ഞത്. അയ്യോ മോനെ, പതുക്കെ. എന്റെ കൈ വേദനിക്കുന്നു മോനെ. മോനെ, നീ എവിടെയായിരുന്നു? കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി ഞാനിവിടെ ഇരിക്കുന്നു. അത് പിന്നെ അമ്മേ, ഞാനിവിടെ വന്നപ്പം ഇവിടെയൊന്നും കടയിലായിരുന്നു അമ്മേ. പിന്നെ അങ്ങ് ദൂരെ പോയാ മേടിച്ചോണ്ട് വന്നത്. ഇതാ അമ്മ കഴിച്ചേ. അമ്മ കഴിക്കമ്മേ. ആ, അമ്മ കഴിച്ചോ? മോനെ, നീ വല്ലതും കഴിച്ചോടാ? ഞാൻ കഴിച്ചമ്മേ. അമ്മ കഴിക്ക്. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല നല്ല ആൾക്കാരാ അമ്മേ. എനിക്ക് വയറ് നിറച്ചു തന്നു. ആ, അമ്മ കഴിച്ചേ, കഴിക്ക്. ഒന്ന് വേഗം നടക്ക്. 1500 രൂപയുടെ മരുന്നാ വാങ്ങിയത്. ഒരസുഖവും ഇല്ല. വെറുതെ ഓരോരോ തോന്നല്, അല്ലാതെന്താ? ആ, ഇതുകൂടെ കഴിക്കാമ്മേ. കഴിച്ചേ. മോൻ കഴിക്ക്. ഇത് നിന്റെ അമ്മയാ? അമ്മയ്ക്ക് കൊടുക്കാനാണോ നീ മോഷ്ടിച്ചത്? ആ, അതെ സാറേ. അപ്പം നിനക്ക് പറയാമായിരുന്നില്ലേ? പറയാമായിരുന്നു. പക്ഷെ പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കുകയോ? എന്താ നിങ്ങൾ ആരും ചോദിക്കാഞ്ഞത്? വിശന്നിട്ടാണോ മോഷിച്ചതെന്ന്? ഒരാഴ്ചയായി എന്റെ സാറേ, ഞാനും എന്റെ അമ്മയും വല്ലതും കഴിച്ചിട്ട്. പണിക്ക് പോകാൻ മടിയായിട്ടല്ല, എന്റെ ഹൃദയത്തിന് തകരാറാ സാറേ, അതുകൊണ്ടാ. പക്ഷെ എന്റെ അമ്മയെ പട്ടിണിക്കിട്ട് കൊല്ലാൻ പറ്റുമോ? എന്നെ ഇത്രയും വലുതാക്കിയിട്ട് എന്നെ കൊണ്ട് എന്റെ അമ്മയുടെ വിശപ്പ് മാറ്റാൻ കഴിഞ്ഞില്ല സാറേ, അതുകൊണ്ടാ. മാത്രമല്ല, വലിയ ജീവിതമൊന്നും അല്ലെങ്കിലും ഈ മനോഹരമായ ഭൂമിയിൽ ജനിക്കാൻ എനിക്ക് അവസരം തന്നെ എന്റെ അമ്മയല്ലേ സാറേ. എടോ, താൻ എന്നോട് ക്ഷമിക്കടോ. താനൊരു രോഗിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്റെ ഹൃദയത്തെ കുറിച്ച് ഓർത്ത് സാറ് വിഷമിക്കണ്ട. അതിനൊന്നും സംഭവിക്കില്ല സാറേ. കാരണം അതിനെന്റെ അമ്മയുണ്ട്. അമ്മ മാത്രം. എടോ, പെട്ടെന്നുള്ള ദേഷ്യത്തിലാ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു. ദേഷ്യം? പെട്ടെന്നുള്ള ദേഷ്യം? സാറേ, പെട്ടെന്ന് ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഹൃദയത്തിനകത്ത് കരുണയില്ലാത്തത് കൊണ്ടാ സാറേ. എല്ലാ തെറ്റും ക്ഷമിക്കുന്ന ആളല്ലേ അമ്മ. ദേ, അമ്മ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെക്ക് സാറേ. അപ്പൊ എല്ലാവരെയും മക്കളായിട്ട് കാണാൻ പറ്റും. എല്ലാവരുടെയും തെറ്റുകളും കുറ്റങ്ങളും പൊറുക്കാനും പറ്റും സാറേ. ഈ ലോകത്തിലുള്ളവർക്ക് അതാണായാലും ശരി, പെണ്ണായാലും ശരി, അവർക്ക് വേണ്ടത്
ഒരു അമ്മ മനസ്സാ സാറേ. വിശപ്പിന്റെ വിലയറിയാവുന്ന, മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന ഒരു അമ്മ മനസ്സ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന, കരഞ്ഞാൽ കണ്ണീര് തുടയ്ക്കുന്ന ഒരേ ഒരു ദൈവമേ ഈ ലോകത്തുള്ളൂ. അത് നമ്മുടെ അമ്മയാണ്. ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാൽ കിട്ടുന്നതിനേക്കാൾ സുഖം അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് കാത്തിരിക്കുന്ന അമ്മയെ എപ്പോഴും അഭിനന്ദിക്കുക. കാരണം ചിലർക്ക് കഴിക്കാൻ ആഹാരവും ചിലർക്ക് അമ്മയും ഉണ്ടാവാറില്ല. സ്നേഹപൂർവം BKCA. അമ്മയെന്ന വാക്കുകൊണ്ട് പൂജ ചെയ്തിടാം, അമ്മയെന്ന വീണ കൊണ്ട് പാട്ടു നീട്ടിടാം. നെഞ്ചിലെ പാലമൃതേകി വേനലിൽ തണലായി എന്റെ ഈ ജന്മം നിന്ന് കൊള്ളും മറുയാത്രയിൽ അമ്മയെന്ന വാക്കുകൊണ്ട് പൂജ ചെയ്തിടാം, അമ്മയെന്ന വീണ കൊണ്ട് പാട്ടു നീട്ടിടാം. നമ്മൾ ഇന്ന് ഒരുപാട് ഡാൻസ് കണ്ടു, ഒരുപാട് പാട്ട് കേട്ടു അല്ലേ? പക്ഷെ ഇതുപോലെ അർത്ഥവത്തായ പെർഫോമൻസുകൾ വിരളമാണ്. നമുക്കിത് കണ്ടപ്പോൾ മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് 1-2 ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്യാൻ പറ്റിയൊരു പരിപാടിയല്ല. സ്റ്റേജിൽ നിങ്ങൾ കണ്ടത് ഇവരുടെ പരിശ്രമമാണ്, ഇവരുടെ സമയമാണ്. അതുകൊണ്ട് നല്ലൊരു ഗൈഡ്, ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ഗൈഡ് ബർമിംഗ്ഹാം യൂണിറ്റിന് കൊടുക്കേണ്ടതാണ്. വെൽ ഡൺ, you can be proud of this performance. അടുത്തതായിട്ട് I would like to welcome Biju Madakakuri to present a set of awards. Mr. Biju Madakakuri onto the stage, please. താങ്ക് യു. അടുത്തതായിട്ട് ഇവിടെ ഒരു അവാർഡ് കൊടുക്കാനുള്ളത് UKKCയുടെ കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഓരോ കൺവെൻഷനും തലേ ദിവസം മുതൽ കൺവെൻഷൻ്റെ എല്ലാ പരിപാടികളും തീരുന്നത് വരെ ഇൻട്രോ വേദിയുടെ പരിപാടികൾ, അത് കൺവെൻഷൻ്റെ ഒരാഴ്ച മുമ്പ് തൊട്ട് അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് തൊട്ടുള്ള അവരുടെ പ്രയത്നമാണ്. വളരെ നല്ല രീതിയിൽ ഈ കഴിഞ്ഞ 5 വർഷവും UKKCയുടെ ഇൻട്രോ വീഡിയോയും എഡിറ്റിങ്ങും എല്ലാം ചെയ്ത സോജൻ തോമസ് ഫ്രം ലിവർപൂൾ അവാർഡ് നൽകി ആദരിക്കുവാനാണ് വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സോജന് മെമൻറ്റോ കൊടുക്കുവാൻ വേണ്ടി UKKCയുടെ ജനറൽ സെക്രട്ടറി സാജു ലൂക്കോസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു സോജൻ. അടുത്തത് കഴിഞ്ഞ 2 വർഷമായി കൺവെൻഷനുകളിൽ ഇതുപോലെ തന്നെ എഡിറ്റിങ്ങും ഇൻട്രോ വീഡിയോയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രിസ്റ്റോൾ യൂണിറ്റിൽ നിന്നുള്ള എബി തൊട്ടിയിലിനെ അവാർഡ് കൊടുത്ത് ആദരിക്കുവാനായിട്ട് ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എബിക്ക് അവാർഡ് കൊടുക്കുവാനായി വിനോദ് മാണി ഈ പരിസരത്തുണ്ടെങ്കിൽ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വിനോദ് മാണിയെ കാണുന്നില്ല. എബി തൊട്ടിക്ക് മെമൻറ്റോ കൊടുക്കുവാനായി UKKCയുടെ മുൻ ജനറൽ സെക്രട്ടറി ജോസി നെടുന്തുരുത്തി പുത്തമ്പരയെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.
താങ്ക് യു. ഹലോ. അലൻ പറഞ്ഞ പോലെ നമ്മൾ ഇതുവരെ ഒരുപാട് കലാപരിപാടികൾ എൻജോയ് ചെയ്തു. Now to find out which one of you is the luckiest. So I would now like to invite the whole UKKCA Central Committee onto the stage for the lucky draw. നമ്മുടെ 2018 17ാമത് കൺവെൻഷൻ വളരെ മനോഹരമായി അല്പം വൈകിയെങ്കിലും ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് 2 അവാർഡ് ദാനങ്ങൾ കൂടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അവാർഡ് ദാനം ലക്കി ട്രിപ്പ്. അത് നമ്മുടെ ഫസ്റ്റ് റിംഗ് ഓൺലൈൻ ട്യൂഷൻ കോൺട്രിബ്യൂട്ട് ചെയ്ത ഫസ്റ്റ് പ്രൈസ് 1.5 പവൻ സ്വർണം, സെക്കൻഡ് പ്രൈസ് 1 പവൻ സ്വർണം, തേർഡ് പ്രൈസ് 1/2 പവൻ സ്വർണം. നിർഭാഗ്യവശാൽ ഇതിൻ്റെ സ്പോൺസേഴ്സിന് ഇവിടെ വരാൻ സാധിച്ചിട്ടില്ല. ആയതിനാൽ നമ്മൾ ഇപ്പോൾ ഈ ലക്കി ഡ്രോ ഇവിടെ നടക്കുകയാണ്. അതുകൊണ്ട് 3 കുട്ടികൾ ആദ്യം എഴുന്നേറ്റ് വരുന്നവർക്ക് ചാൻസ് ഉണ്ട്. 3 കുട്ടികൾ മുന്നോട്ട് വരാവുന്നുണ്ടെങ്കിൽ അവർക്ക് ട്രിപ്പ് എടുക്കാനായിട്ട് 3 ഓക്കെ. ഇവിടെ സൈഡിൽ വാ. ആദ്യത്തേത് എടുക്കാൻ പോകുന്നത് തേർഡ് പ്രൈസിൻ്റെ 1/2 പവൻ സ്വർണമാണ്. ഫസ്റ്റ് റിംഗ് ഓൺലൈൻ ട്യൂഷൻ സംഭാവന ചെയ്യുന്ന തേർഡ് പ്രൈസ്. ഓക്കെ, ഒരെണ്ണം എടുത്തിട്ട് അവിടെ കൊടുക്കാം. വായിക്കാം. തോമസ് ഫിലിപ്പ്, പൂൾ ആൻഡ് ബോൺമൗത്ത് യൂണിറ്റ്, തേർഡ് പ്രൈസ്. തോമസ് ഫിലിപ്പ്, പൂൾ ആൻഡ് ബോൺമൗത്ത് യൂണിറ്റ്, തേർഡ് പ്രൈസ്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, തോമസ് ഫിലിപ്പ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവാർഡ് വാങ്ങിക്കുവാൻ സ്റ്റേജിൽ കയറി വരിക. ഇല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ, യു ആർ എ ലക്കി മാൻ, ആൻ എക്സ്ട്രാ ലക്കി മാൻ. തോമസ് ഫിലിപ്പിൻ്റെ മകൻ നമ്മുടെ അലൻ ഫിലിപ്പ് ഇവിടെയുണ്ട്. അലൻ ഫിലിപ്പിന് സമ്മാനം കൈമാറുന്നതാണ്. തേർഡ് പ്രൈസ് സമ്മാനം കൊടുക്കുന്നത് ബിബിൻ, UKKCAയുടെ വൈസ് പ്രസിഡന്റ് ബിബിൻ പണ്ടാരശ്ശേരിയിൽ തേർഡ് പ്രൈസ് സമ്മാനം ചെയ്തു. പെട്ടെന്ന് അടുത്തത് ഫസ്റ്റ് റിംഗ് ഓൺലൈൻ ട്യൂഷൻ സ്പോൺസർ ചെയ്യുന്ന സെക്കൻഡ് പ്രൈസ്. സോബി മാഞ്ചസ്റ്റർ യൂണിറ്റ് 1 പവൻ സ്വർണമാണ്. സെക്കൻഡ് പ്രൈസ് 1 പവൻ സ്വർണമാണ്. സോബി മാഞ്ചസ്റ്റർ യൂണിറ്റ്. മാഞ്ചസ്റ്ററിൽ നിന്നുള്ള സോബി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കയറി വരിക. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ അത് ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും. അടുത്തത് the most luckiest person, ഫസ്റ്റ് റിംഗ് ഓൺലൈൻ ട്യൂഷൻ സ്പോൺസർ ചെയ്യുന്ന 1.5 പവൻ്റെ സ്വർണം. അതിൻ്റെ നറുക്കെടുപ്പ് ഇവിടെ നടക്കാൻ പോവുകയാണ്. കുരിയാച്ചൻ ഫ്രം വൂസ്റ്റർ യൂണിറ്റ്. ഓക്കെ, please come to the stage. കുരിയാച്ചൻ ഫ്രം വൂസ്റ്റർ യൂണിറ്റ്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കയറി വരിക. അല്ലെങ്കിൽ യൂണിറ്റ് പ്രസിഡന്റിനെ മുന്നിലേക്ക് ക്ഷണിക്കുകയാണ്. ഫസ്റ്റ് റിംഗ് ഓൺലൈൻ ട്യൂഷൻ സംഭാവന ചെയ്യുന്ന സ്പോൺസർ ചെയ്യുന്ന 1.5 പവൻ സ്വർണം 2018-17 UKKCA കൺവെൻഷന്റെ സ്പോൺസറാണ്. സമ്മാനദാനം നൽകുന്നതിനായി UKKCAയുടെ ജനറൽ സെക്രട്ടറി സാജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
ഓക്കെ, മഞ്ചസ്റ്റർ യൂണിറ്റിന്റെ പ്രസിഡന്റ്. ഓക്കെ, സെക്കൻഡ് പ്രൈസ് സോബൻ മഞ്ചസ്റ്റർ യൂണിറ്റ് ആണ്. അതിന്റെ പ്രൈസ് ഞാൻ മഞ്ചസ്റ്റർ യൂണിറ്റിന്റെ പ്രസിഡന്റിന് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട UKKCAയുടെ ജോയിന്റ് സെക്രട്ടറി സണ്ണി ചേട്ടനെ ഈ സമ്മാനദാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു സണ്ണി ചേട്ടൻ. താങ്ക് യു ജിജി. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി. പതിനേഴാമത് UKKC കൺവെൻഷൻ്റെ വർണ്ണപ്പകട്ടാർന്ന റാലിയുടെ സമ്മാനദാനങ്ങളാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. ആദ്യമായി ഗ്രൂപ്പ് എ. തേർഡ് പ്രൈസ് ഗോസ് ടു ഈസ്റ്റ് ആംഗ്ലിയ. ക്യാഷ് പ്രൈസ് നൽകുന്നതിന് വേണ്ടി KVTV ഭാരവാഹികളെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ട്രോഫി നൽകുന്നത് ജോസി നെടുന്നുരുത്തി പുത്തൻപുരയിൽ. സെക്കൻഡ് പ്രൈസ് മിഡ്വേ യൂണിറ്റിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന്. തേർഡ് പ്രൈസ് ഗോസ് ടു സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഈസ്റ്റ് ആംഗ്ലിയ യൂണിറ്റിൽ നിന്ന് എത്രയും പെട്ടെന്ന് മുന്നോട്ട് കയറി വരിക ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. ഈസ്റ്റ് ആംഗ്ലിയ ഉണ്ടോ? ഈസ്റ്റ് ആംഗ്ലിയ ഓക്കെ, കയറി വരിക. ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത് KVT. എ കാറ്റഗറിയുടെ ക്യാഷ് പ്രൈസ് കൊടുക്കുന്ന തേർഡ് പ്രൈസിന്റെ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത് സാജൻ പടിക്കൽ മാലി KVTV. താങ്ക് യു. ഈസ്റ്റ് ആംഗ്ലിയ യൂണിറ്റ്. സെക്കൻഡ് പ്രൈസ് മിഡ്വേ യൂണിറ്റ്. ക്യാഷ് പ്രൈസ് കൊടുക്കുന്നതിന് വേണ്ടി ടോമി ചേട്ടൻ കയറി വരുന്നു. ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത് ബിജു മൂശാരിപ്പറമ്പിൽ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കയറി വരിക. The first prize catering. ഓക്കെ, ബിജു മൂശാരിപറമ്പിൽ നമ്മുടെ മെഗാ ഫാമിലി സ്പോൺസർ ആണ്. ട്രോഫി കൊടുക്കുന്നു. ട്രോഫി കൊടുക്കാനുണ്ട് ബിജു മടക്കുഴി. സെക്കൻഡ് പ്രൈസിന്റെ ട്രോഫി മുൻ UKKCA പ്രസിഡന്റ് ബിജു മടക്കുഴി കൊടുക്കുന്നതായി. ഫസ്റ്റ് പ്രൈസ് നെക്സ്റ്റ് കാറ്റഗറി. എ കാറ്റഗറിയിലെ ഫസ്റ്റ് പ്രൈസ് കാറ്ററിംഗ് യൂണിറ്റിനാണ്. കാറ്ററിംഗ് യൂണിറ്റിലെ ഭാരവാഹികളൂടെ ഉണ്ടോ? കാറ്ററിംഗ് യൂണിറ്റ്. അതിൻ്റെ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നതിന് വേണ്ടി അലൈഡ് മോർഗേജ് സർവീസ് ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മാനേജർ കിഷോർ ബേബി. കൺവെൻഷന്റെ റാലിയുടെ ഫസ്റ്റ് പ്രൈസ് എ കാറ്റഗറിയുടെ കാറ്ററിംഗ് യൂണിറ്റ്. ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത് അലൈഡ് ഫൈനാൻസിന്റെ കിഷോർ. അതിന് ട്രോഫി കൊടുക്കുവാനായിട്ട് ജെറിയെ ക്ഷണിക്കുന്നു. കാറ്റഗറി ബി തേർഡ് പ്രൈസ് 2 യൂണിറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. പ്രസ്റ്റൺ ആൻഡ് നോർത്ത് വെസ്റ്റ് ലണ്ടൻ. ഓക്കെ, കാറ്റഗറി ബിയുടെ തേർഡ് പ്രൈസ് ഷെയർ ചെയ്യുന്നത് പ്രസ്റ്റൺ ആൻഡ് നോർത്ത് വെസ്റ്റ് ലണ്ടൻ. ഭാരവാഹികൾ എത്രയും പെട്ടെന്ന് മുന്നോട്ട് കയറി വരിക. ഇതിന് ക്യാഷ് പ്രൈസ് നൽകുന്നതിന് വേണ്ടി ടീം ജ്ഞാനായ പത്രത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ട്രോഫി നൽകുന്നത് സണ്ണി ചേട്ടൻ. പെട്ടെന്ന് കയറി വരിക, എത്രയും പെട്ടെന്ന് കയറി വരിക. ആൻഡ് പ്രസ്റ്റൺ യൂണിറ്റ് ഭാരവാഹികൾ, പ്രസ്റ്റൺ യൂണിറ്റിൽ നിന്നുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കയറി വരിക. ഇതിന്റെ ക്യാഷ് പ്രൈസ് സംഭാവന കൊടുക്കുന്നതിനായി ജ്ഞാനായ പത്രത്തിന്റെ നമ്മുടെ സ്പോൺസേഴ്സായ ജ്ഞാനായ പത്രത്തിന്റെ പ്രതിനിധി സിറിൽ പനങ്കാല സ്റ്റേജിലേക്ക് വരുന്നു. പ്രസ്റ്റൺ യൂണിറ്റിൽ നിന്ന് ആരെങ്കിലും റെപ്രസെന്റേറ്റീവ്സ്? ഇല്ല. ഓക്കെ, മൂവ് ഓൺ. നെക്സ്റ്റ് വൺ. The second prize, stock and rent. Category B, second prize,
സ്റ്റോക്ക് കോൺട്രാക്ട് യൂണിറ്റ് എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് കടന്നു വരിക. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഓക്കെ, ക്യാഷ് പ്രൈസ് നൽകുന്നതിന് സാധിച്ചേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. കാറ്റഗറി ബി സെക്കൻഡ് പ്രൈസ് സ്റ്റോക്ക് കോൺട്രാക്ട് യൂണിറ്റ്. അതിന്റെ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത് UKKC ജനറൽ സെക്രട്ടറി സാജു ലൂക്കോസ് പാണവറമ്പിൽ. അതിന്റെ ട്രോഫി നൽകുന്നതിന് UKKC വൈസ് പ്രസിഡന്റ് വിപിൻ പണ്ടാരശ്ശേരി ക്ഷണിച്ചുകൊള്ളുന്നു. ഒത്തിരി സമയം എടുക്കരുത് കേട്ടോ, സമയം കേട്ടോ. ഓക്കെ, കാറ്റഗറി ബി സെക്കൻഡ് പ്രൈസ് ക്യാഷ് പ്രൈസ് സാജു പാണവറമ്പിൽ ആൻഡ് ട്രോഫി ബിബിൻ ലൂക്കോസ് പണ്ടാരശ്ശേരിൽ. ഓക്കെ, മൂവ് ഓൺ നെക്സ്റ്റ് വൺ. The first prize B category Pool and Bournemouth. ഓക്കെ, കാറ്റഗറി ബി പൂൾ ആൻഡ് ബോൺമൗത്ത്. The cash prize 17th കൺവെൻഷൻ റാലി പ്രൈസ്. The first prize goes to Pool and Bournemouth. ഇതിന്റെ ക്യാഷ് പ്രൈസ് നൽകുന്നതിന് വേണ്ടി മാത്തുക്കുട്ടി ഏലൂരിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മാത്തുക്കുട്ടി ഇവിടെ ഇല്ല, പറഞ്ഞു മാറ്റി പിടിച്ചു പറഞ്ഞു. നമുക്ക് ഓക്കെ, ഇതിന്റെ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് UKKCയുടെ ട്രഷറർ വിജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ക്യാഷ് പ്രൈസ് കൊടുക്കുന്നതിന് UKKC ട്രഷറർ വിജി. ട്രോഫി നൽകുന്നതിന് വേണ്ടി UKKC പ്രസിഡന്റ് തോമസ് ചേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത ലാസ്റ്റ് കാറ്റഗറി സി കാറ്റഗറി തേർഡ് പ്രൈസ് മാഞ്ചസ്റ്റർ യൂണിറ്റ്. ഇതിന്റെ ട്രോഫി നൽകുന്നതിന് വേണ്ടി ഇതിന്റെ ക്യാഷ് പ്രൈസ് നൽകുന്നതിന് വേണ്ടി ജ്ഞാനായ പത്രത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. സി കാറ്റഗറി തേർഡ് പ്രൈസ് ക്യാഷ് പ്രൈസ് നൽകുന്നതിന് വേണ്ടി ടീം ഗ്രാനായ പത്രത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ട്രോഫി നൽകുന്നത് സെക്രട്ടറി ബിജു മടക്കുഴിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ക്യാഷ് പ്രൈസ് നൽകുന്നത് ടീം ഗ്രാനായ പത്രം. ട്രോഫി നൽകുന്നത് ബിജു മടക്കുഴി. The second prize, C category, goes to Liverpool unit. ഇതിന്റെ ക്യാഷ് പ്രൈസ് നൽകുന്നതിന് വേണ്ടി ടെസി മാവേലിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ, ടെസി മാവേലി പ്ലീസ്. ഓക്കെ, 17th UKKC കൺവെൻഷന്റെ എ കാറ്റഗറി സെക്കൻഡ് പ്രൈസ്. ട്രോഫി നൽകുന്നതിന് വേണ്ടി ഇതിന് ട്രോഫി നൽകുന്നതിന് വേണ്ടി KCWL പ്രസിഡന്റ് ജോൺ സജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. UKKCWL പ്രസിഡന്റ് ജോൺ സജി
please come to the stage. C category second prize. ജോൺ സജി ഉണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ. ഓക്കെ, ബഹുമാനപ്പെട്ട UKKCയുടെ മുൻ സെക്രട്ടറി ജോസിയെ ക്ഷണിച്ചുകൊള്ളുന്നു ട്രോഫി കൊടുക്കുന്നതിന്. ആദ്യം ക്യാഷ് പ്രൈസ് ബെന്നി മാവേലി, സോറി ടെസി മാവേലി, സോറി. നെക്സ്റ്റ് അവർക്ക് ട്രോഫി കൊടുക്കുന്നത് മുൻ സെക്രട്ടറി ജോസി. The C category first prize. C category first prize. First prize goes to Birmingham unit. ഇതിന്റെ ക്യാഷ് പ്രൈസ് നൽകുന്നതിന് വേണ്ടി സിബി കണ്ടത്തലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എത്രയും പെട്ടെന്ന് ബർമിംഗ്ഹാം യൂണിറ്റ് എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് കയറി വരിക. ക്യാഷ് പ്രൈസ് കൊടുക്കുന്നതിന് ബഹുമാനപ്പെട്ട സിബി കണ്ടത്തൽ വിഗാൻ യൂണിറ്റിന് ഹാർദവുമായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ്. ട്രോഫി നൽകുന്നതിന് വേണ്ടി ടീം മൂൺലൈൻ എന്റർപ്രൈസ് മാനേജിംഗ് ഡയറക്ടർ സിബി കണ്ടത്തലിനെ ഇതിന് ട്രോഫി നൽകുന്നതിന് വേണ്ടി ടീം സെൻട്രൽ കമ്മിറ്റിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പുറകോട്ട് മാറിക്കേ. തുടർച്ചയായ 7ാം വർഷവും സി കാറ്റഗറിയിലെ ഫസ്റ്റ് പ്രൈസ് നേടിക്കൊണ്ട് ബർമിംഗ്ഹാം യൂണിറ്റ് തങ്ങളുടെ കരുത്ത് കാണിച്ചിരിക്കുന്നു. ഒരു മിനിറ്റ്. ബർമിംഗ്ഹാം യൂണിറ്റിലെ എല്ലാ മെമ്പേഴ്സും ഇന്നിവിടെയുള്ള എല്ലാ മെമ്പേഴ്സും എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ബൈക്കിലേക്ക് മാറി നിൽക്കുക പ്ലീസ്. പ്രിയമുള്ള എന്റെ ബർമിംഗ്ഹാമിലെ ക്നാനായ സമുദായ അംഗങ്ങളെ, നിങ്ങൾ എല്ലാവരും ഈ സ്റ്റേജിലേക്ക് കടന്നു വരിക. ബർമിംഗ്ഹാമിലെ പ്രിയ BKCA മെമ്പേഴ്സ്, പ്ലീസ് കം ടു ദ ഡയസ്. ഇതിന്റെ ക്യാഷ് പ്രൈസ് നൽകുന്നത് മൂൺലൈറ്റ് ബെഡ്റൂംസ്. കഴിഞ്ഞ 3 വർഷക്കാലമായി എവർ റോളിംഗ് ട്രോഫി സിബി കണ്ടത്തലിനെ സ്പോൺസർ ചെയ്തിരിക്കുന്ന സിബി കണ്ടത്തൽ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു. ട്രോഫി നൽകുന്നത് ടീം സെൻട്രൽ കമ്മിറ്റി. എത്രയും പെട്ടെന്ന് വേണം. നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് അനൗൺസ് ചെയ്യട്ടെ. കഴിഞ്ഞ 3 വർഷമായി സി കാറ്റഗറിയുടെ എവറോളിംഗ് ഒരു മിനിറ്റ് ശകലം പുറകോട്ട് മാറി നിൽക്കണം. ഈ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ കുറച്ച് പുറകോട്ട് മാറി നിൽക്കണം. ഒന്ന് സഹകരിക്കണം. നിങ്ങൾ ഫ്രണ്ടിലേക്ക് കടന്നു വരിക. സിബി കഴിഞ്ഞ 3 വർഷക്കാലമായി എവർ റോളിംഗ് ട്രോഫി സ്പോൺസർ ചെയ്ത മൂൺലൈറ്റ് എന്റർപ്രൈസസിന്റെ മാനേജിംഗ് ഡയറക്ടർ സിബി കണ്ടത്തിൽ, മൂൺലൈറ്റ് കിച്ചൺ. ഓക്കെ, ഓക്കെ. ഇതിന്റെ ട്രോഫി നൽകുന്നത് ടീം സെൻട്രൽ കമ്മിറ്റി. എല്ലാ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും ഫ്രണ്ടിലോട്ട് വരിക.
താങ്ക് യു വെരി മച്ച് ഗായ്സ്. നന്ദി. നമ്മുടെ സ്റ്റേജ് ഒന്ന് ഒഴിവാക്കി തരുവാൻ വളരെ ഉപകാരമായിരുന്നു. നമുക്ക് ലാസ്റ്റ് മിനിറ്റിലാണ്, നമ്മൾ റണ്ണിങ് ലേറ്റ് ആണ്. ദയവായി എല്ലാവരും നിങ്ങളുടെ ആഹ്ലാദത്തിൽ സെൻട്രൽ കമ്മിറ്റിയും പങ്കുചേരുന്നു. ഒത്തിരി നന്ദിയുണ്ട്.